എല്ലാവർക്കും ദ സി എഫ് നോളജിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് ലോഗോ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ പറ്റിയാണ്. നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി അതിലേക്ക് നമുക്ക് ആവശ്യമായ ടെസ്റ്റ് ആഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഒരു കെ ആണ് ആഡ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് സൈസ് ഇമ്പ്രൂവ് ചെയ്യാം. $500 ആക്കി സെൻറ്ററാക്കിയിട്ട് ശാലം കൂടെ വലുതാക്കാം. നമുക്ക് സൈസ് ഇച്ചിരി വലുത് വേണം. നമുക്ക് ആവശ്യാനുസരണം സൈസ് വലുതാക്കാം നമ്മുടെ ഫ്രെയിമിനനുസരിച്ച്. ഇതിൻ്റെ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്യാം, റെഡാക്കി. അത് കഴിഞ്ഞ് നമുക്ക് വേറെ ടെസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ആ ലെയറിൽ തന്നെയല്ല വേറെ സെപ്പറേറ്റ് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് ആ ടെസ്റ്റ് ആഡ് ചെയ്യുക. അവിടെ എസ് ആഡ് ചെയ്തു, അതിന് ബ്ലൂ കളർ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ സൈസ് ഇമ്പ്രൂവ് ചെയ്യാം. ഇതിനനുസരിച്ച് കെയുടെ സൈസ് അനുസരിച്ച് നമുക്ക് ഇതിനെ ഒന്ന് സൈസ് കറക്റ്റ് ആക്കാം. നമുക്കിപ്പോൾ ഏത് സൈസ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം വലുതായാലും ചെറുതായാലും പ്രശ്നമില്ല. നമുക്കൊന്ന് വ്യക്തമായിട്ട് ഇത് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈപ്പ് ഒരു ടെസ്റ്റ് മതി. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എസിൻ്റെ ഒരു കോപ്പി എടുക്കാം. അപ്പം അന്ന് എസ് താഴെയാക്കിയിട്ട് കെ സെൻട്രലാക്കാം. ഇവിടെ കാണാൻ പറ്റും. അതായത് നമുക്ക് എസ് സെലക്ട് ചെയ്യാം അടിയിലുള്ള. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യുക. സെലക്റ്റായി ഇതിനെ നമ്മൾ എറേസ് ടൂൾ വെച്ചിട്ട് ആവശ്യ ഏരിയ നമുക്ക് എറേസ് ചെയ്യാം. നമുക്ക് ബ്രഷ് സൈസ് കൂട്ടാം ജസ്റ്റ്. എന്നിട്ട് ഹാർഡ് ബ്രഷ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ടോപ്പിലുള്ള എസിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നമുക്ക് ആവശ്യമായ ഏരിയ നമുക്ക് എറേസ് ചെയ്യാം. ആവശ്യമായ ഏരിയ നോക്കിയിട്ട് നമുക്ക് നോക്കി സെലക്ട് ചെയ്ത് എറേസ് ചെയ്ത് കളയാം. Ctrl+D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ മാറും. എന്നിട്ട് നമുക്കിതിനെ ഒരു PNG ഫയലായിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് പിന്നെ ഇതിനെ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം ഈ PNG ഫയലിനെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ PNG ഫയൽ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആക്കി ഇതിൻ്റെ സൈസ് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ഇപ്പം നമ്മൾ ഈ PNG ഫയൽ ആഡ് ചെയ്ത ഫയലിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാം. നമുക്കിതിലേക്കൊരു ടെസ്റ്റ് ആഡ് ചെയ്യാം. ആവശ്യമായ ടെസ്റ്റ് ഞാനിപ്പം സി ഓഫ് നോളജിൻ്റെ സി ഓഫ് എന്നുള്ളതൊരു ടെസ്റ്റാണ്. ഓക്കെ, ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് 90 ഡിഗ്രി എന്നുള്ളത് സെലക്ട് ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്യാം. ബ്ലാക്ക് ആക്കി ഇതിൻ്റെ സൈസ് നമ്മൾ ആവശ്യാനുസരണം കറക്റ്റ് ആക്കി. എന്നിട്ട് ഇനി വേറെ ടെസ്റ്റ് എഴുതാം. നോളജ് എന്നുള്ള ടെസ്റ്റ് എഴുതാം. ഓക്കെ, ഇത് നമുക്ക് ഇതിനെ ഏതെവിടെ വെക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് സ്ഥലത്ത് റെഡിയാക്കി വെക്കാം. ഓക്കെ, ഇതിൻ്റെ സൈസ് ആവശ്യാനുസരണം നമുക്ക് ടെസ്റ്റിൻ്റെ സൈസിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ റെക്റ്റാങ്കിൾ മാർക്കി ടൂൾ യൂസ് ചെയ്ത് ഇതിനെ സെലക്ട് ചെയ്യാം. രണ്ട് ടെസ്റ്റിനെയും നമ്മൾ സെലക്ട് ചെയ്യാം. ആദ്യം ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് മറ്റേ ടെസ്റ്റ് കൂടെ സെലക്ട് ചെയ്യാം.
നമ്മളിപ്പോൾ ആദ്യം 2 കോപ്പി എടുത്തായിരുന്നു. ഒന്ന് ടെസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിലും രണ്ടാമത്തെ ലെയർ ഈ ടെസ്റ്റിൻ്റെ അടിയിലുമായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ടെസ്റ്റിന് താഴെ ഭാഗത്തുള്ള ആ ലെയർ സെലക്ട് ചെയ്തിട്ട് ആൾട്ട് പ്രസ് ചെയ്ത് ഈ ലെയർ മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമുക്ക് സെലക്ട് ചെയ്ത ഏരിയ മാസ്ക് ആയിട്ട് മാറും. അതിനുശേഷം ഏറ്റവും ടോപ്പിലുള്ള ലെയറിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് 2 ടെസ്റ്റിലുള്ള ഓരോ ടെസ്റ്റിൻ്റെയും മുകൾ ഭാഗത്തായിട്ട് ഈ കോപ്പികളെ ആഡ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ലെയറിൽ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ലെയറിലും സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് ഉണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് റൈറ്റ് ആംഗിൾ ടൂൾ യൂസ് ചെയ്ത് ഒരു ലെയർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാ ടെസ്റ്റിൻ്റെയും അടിയിലായിട്ട് ആഡ് ചെയ്യാം. എന്നാലേ നമുക്കത് ബാക്ക്ഗ്രൗണ്ടായിട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.